രണ്ട് വ്യക്തികളെ താരതമ്യം ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും മുഖ്യമന്ത്രി ആയിരിക്കുന്ന വി.ഡി. സതീശനെയും താരതമ്യം ചെയ്യാൻ അവർ വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം. ഒരു വ്യക്തിക്കുള്ളിൽ സ്വാർത്ഥതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോകൾ ഒന്ന് കാണും. ഈ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് എന്നെ വന്ന് കണ്ട എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞാണ്, ഞാൻ തന്നെ ഞാൻ ഇന്നും എന്റെ കൂടി പേരിലുള്ള ഞാൻ ഇതിന്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്, എന്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. ഞാനത് വളരെ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി, അത് എനിക്കിട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ഇല്ലല്ലോ. ഞാൻ അന്ന് ക്ലിയർ ഞാൻ എന്റെ കയ്യിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ട് എന്റെ അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു എന്റെ ഇടപെടലുകൾ. എനിക്കത് ഞാനോ എന്റെ ഓഫീസോ ഞാൻ പറഞ്ഞാൽ ഞാൻ എന്റെ നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം നേരിട്ട നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനം കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൺമുന്നിൽ അത് നമ്മുടെ കേരളത്തിന് ആവശ്യമായ നമ്മുടെ കേരളം, നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ സംസ്ഥാനം കേട്ടല്ലോ. ഇന്നുകളിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഞാൻ. അതിനോടൊപ്പം തന്നെ എന്നെ, എനിക്ക്, എന്റെ എല്ലാം സിംഗുലർ അഥവാ ഏകവചനം. ഞാൻ എന്ന ഭാവത്തിൽ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, രാജ മനോഭാവമുള്ളവരാണ്. അതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ വ്യക്തി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാം, നമുക്ക്, നമ്മൾക്ക് എന്ന പ്ലൂറൽ വേർഡ് അഥവാ ബഹുവചനം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതിൽ ഞാൻ എന്ന ഭാവം കടന്നു വരുന്നില്ല. പക്ഷെ ഞാൻ എന്ന ഭാവത്തിന്റെ അതിപ്രസരം കണ്ട ആ രണ്ട് വാക്കുകളിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തി എത്രത്തോളം സ്വാർത്ഥമാണ്, അയാളുടെ കാഴ്ചപ്പാടിൽ ഞാൻ എന്ന ഭാവം നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം. അത്തരം വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകില്ല, നമുക്ക് എന്നുണ്ടാകില്ല. എനിക്ക്, എന്റെ, ഞാൻ എന്ന വാക്കുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും കാഴ്ചപ്പാടെന്ന് ആലോചിച്ചൂടെ? ഞാൻ എന്ന ഒരു വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് ഞാൻ എന്ന ഭാവം പേറി നടക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് അയാളെ അല്ലാതെ മറ്റൊരാളെ കേൾക്കാനും കഴിയില്ല. അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശരി എന്ന് ചിന്തിക്കും.